ഹലോ. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. സിനിമ തുടങ്ങുമ്പോഴും സർട്ടിഫിക്കറ്റിലും അങ്ങനെ തന്നെയാണ് എഴുതി കാണിക്കുന്നത്, വിസ്മയ മോഹൻലാൽസ് തുടക്കം. അപ്പോൾ ഓഡിയൻസിൽ ഒരാൾ ചോദിക്കുന്നതും കേട്ട് ഇങ്ങനെയാണോ പേരെന്ന്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസ്മയയും വിസ്മയുടെ അച്ഛനായ മോഹൻലാലിനെയും അമ്മയും ഒക്കെയാണ്. ആ ഇൻ്റർവ്യൂസും ആ പ്രസ് മീറ്റും എല്ലാം കണ്ടതിന് ശേഷം സിനിമ കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ ദൃശ്യത്തിലൊരു ഡയലോഗാണ് ഓർമ്മ വന്നത്. മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അച്ഛൻ. നമ്മൾ വിസ്മയെക്കുറിച്ച് കേട്ടിരിക്കുന്ന ഒരുപാട് യാത്ര ചെയ്യുന്ന, കവിതകൾ എഴുതുന്ന, അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പഠിച്ച ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ വിസ്മയെ പറ്റി കേട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂസിലും പ്രസ് മീറ്റിലൊക്കെ വളരെ പാമ്പേർഡായിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ കണ്ടത്. സിനിമയിലും അതുപോലുള്ള ഒരു കുട്ടിയെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വിസ്മയുടെ മാനറിസങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കുറച്ച് നല്ല ഒതുക്കത്തോടു കൂടി തന്നെയാണ് വിസ്മയ ആ ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ നല്ല നിശ്ചയദാർഢ്യമുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ നേരിടാൻ കഴിയുന്ന ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ ഇതിൽ വിസ്മയെ കാണുന്നത്. പ്രസ് മീറ്റിലും ഇൻ്റർവ്യൂവിലും അച്ഛൻ്റെ സാന്നിധ്യം കിട്ടിയതുപോലെ തന്നെ സിനിമയിലും അച്ഛൻ്റെ സാന്നിധ്യവും കരുതലും വിസ്മയക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും അത്രയ്ക്ക് വേണ്ടായിരുന്നു. ചില സീനുകളൊക്കെ കണ്ടപ്പോൾ അത് കുറച്ച് കൂടിയില്ലേ എന്നൊരു സംശയമാണ് തോന്നിയത്. വിസ്മയ തൻ്റെ റോൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് സീൻസൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫൈറ്റ് സീനിൻ്റെ ഇടയിലും ഇടയ്ക്ക് മോഹൻലാലിൻ്റെ സാന്നിധ്യം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സീൻ ഒരു ക്രിഞ്ചായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ച് ഇതിൽ ലാലേട്ടൻ മോശമാണെന്നൊന്നല്ല. അദ്ദേഹം ശരിക്കും നമുക്ക് ഇതിൽ ലാലേട്ടൻ വിസ്മയുടെ അച്ഛനായിട്ടല്ല അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ആ ഒരു അച്ഛൻ മകൾ ഫീലാണ് നമുക്ക് തോന്നുന്നത്. ലാലേട്ടൻ അത്ര കെയറിങ് ആയിട്ടുള്ള പോലെയാണ് നമുക്ക് ഇതിൽ ലാലേട്ടനെ കാണുമ്പോൾ തോന്നുന്നത്. കുറേ സീൻസൊക്കെ ലാലേട്ടൻ്റെ മനോഹരമായ സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ലാസ്റ്റും ലാലേട്ടൻ്റെ ഒരു സീൻ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോ കഴിഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ വണങ്ങുന്ന പോലെ ഒരു സീനായിട്ടാണ് എനിക്ക് ആ ഒരു സീൻ തോന്നിയത്. ആ സീനും ആവശ്യമില്ലാത്തതുപോലെയാണ്. അങ്ങനെ ഒന്ന് രണ്ട് സീനുകൾ ലാലേട്ടൻ്റെ എനിക്ക് ആവശ്യമില്ലാത്ത ഏച്ച് കെട്ടിയ പോലെ സീനുകളായിട്ടാണ് തോന്നിയത്. വിസ്മയ പ്രിവിലേജഡായിട്ടുള്ളൊരു കുട്ടിയാണ്. ആ ഒരു പ്രിവിലേജ് ഈ സിനിമയിലും വിസ്മയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞ മാതിരി പ്രിവിലേജ് മാത്രം പോലെ കൂടെ ഭാഗ്യവും ആ ഘടകങ്ങളും എല്ലാം ഒത്തുവരണം. അപ്പോൾ വിസ്മയക്ക് ഇവിടെ ഒരുപാട് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിസ്മയക്ക് ഇനിയും നല്ല സിനിമകൾ വരാനും നന്നായി ചെയ്യാനും സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിൽ ശരിക്കും ഞെട്ടിച്ചത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷാണ്. ഒരു ഡയലോഗ് പോലും ഇല്ല, അത് എക്സ്പ്രഷൻ വെച്ച് നല്ല രസമായിട്ട് ഗംഭീരമായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഡയലോഗൊന്നുമില്ല, പക്ഷേ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മാനറിസവും ആ കണ്ണുകളുടെ ഭാവവും ആ നോട്ടവും ആ ചലനങ്ങളും എല്ലാം ആശിഷ് ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ സ്ഥലങ്ങളും ആ ചുറ്റുപാടുകളൊക്കെ ആ ഒരു സീനിൻ്റെ മൂഡ് എലിവേറ്റ് ചെയ്യാനൊക്കെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ധൈര്യം മാത്രം പോരാ, അവൾക്ക് കുറച്ച് വീണ്ടും വിചാരം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള അവൾക്കൊരു ട്രിക്സും ടാറ്റിക്സും കൂടെ വേണം. ഇതിൽ ഇപ്പോൾ ഈ വിസ്മയുടെ ക്യാരക്ടർ അത് ഇങ്ങനെ ഒരു മാലയുടെ കാര്യം പറഞ്ഞു. ശരിക്കും തിയേറ്ററിൽ ചിരിയും കൂടെ ഉണ്ടാക്കിയ ഒരു സീനാണത്. ആ ഒരു മാല വെച്ചിട്ടുള്ള ആ ഒരു സംസാരം, അത് ആ ഒരു പയ്യന്മാരോട് സംസാരിക്കുന്നത്, അത് ശരിക്കും ആ സീൻ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അതുപോലെ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വാനിൽ സഞ്ചരിക്കുമ്പോൾ ആ പയ്യനോട് പറയുന്നത്, ആ ഫോൺ എടുത്ത് വെച്ചിട്ട് ആ പയ്യനോട് ഫോൺ എടുത്ത് വെച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. ആ സീനുകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇപ്പോൾ ഒരു പെൺപിള്ളേർക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം, പക്ഷേ അതിനനുസരിച്ച് അവർക്ക് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള കഴിവും കൂടെ വേണം. പക്ഷേ പരമാവധി അപകടകരമായ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു വിവേചനം കൂടി നമുക്ക് വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് നമുക്ക് നമ്മൾ കായികമായിട്ടൊക്കെ നമുക്ക് ഇതുണ്ടെങ്കിലും ഒരു അപകടകരമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അതിനുള്ള ഒരു മുൻകരുതലും കൂടെ എടുക്കാൻ പെൺകുട്ടികൾക്ക് കഴിയണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ്റെ സിനിമയിൽ തുടരുന്നാണ് എഴുതി കാണിച്ചത്. ലാലേട്ടൻ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതേസമയം വിസ്മയുടെ സിനിമയുടെ അവസാനമാണ് തുടക്കം എന്ന് എഴുതി കാണിച്ചത്. വിസ്മയക്ക് ഇതൊരു നല്ല തുടക്കം തന്നെയാണ് ആശിഷിന്. സിനിമയിൽ അച്ഛൻ മകൾ ബന്ധമൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. സായികുമാർ തൻ്റെ ക്യാരക്ടർ, ആ വിഷമവും ആദിയും ഇതൊക്കെ ശരിക്കും തന്നെ നല്ല രസമായിട്ട് തന്നെ സായികുമാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൾക്കാരായിട്ട് വന്ന കോട്ടയം രമേഷും ജയാക്കുറുപ്പും, പിന്നെ ഒരു കുട്ടിയുണ്ട്, പിന്നെ ഒരു ചെറിയ പട്ടിക്കുട്ടിയുണ്ട്. എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ആ ഒരു ദൃശ്യങ്ങളും ആ ഒരു വീട് നിൽക്കുന്ന അന്തരീക്ഷവും ആ പ്രകൃതിയും എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമുള്ള കാര്യങ്ങളാണ്. പിന്നെ കേസ് അന്വേഷണം അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴുള്ള ഓരോ ഘട്ടങ്ങളായിട്ടുള്ള അതെല്ലാം, ആ പോലീസ് സ്റ്റേഷൻ സീനുകളും, പിന്നെ അവിടെ കുറച്ച് ചൊറിയനായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, അതെല്ലാം
നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മനോജ് കെ ജയനും ജാഫർ ഇടിക്കൊക്കെയാണ് പോലീസുകാരായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ പൗളി വിൽസൺ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് പൗളി വിൽസനെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വില്ലന് കൂട്ടാളികളായിട്ട് 2 പേരുണ്ട്. അതിലൊരാൾ നമ്മളുടെ കോട്ടയം രമേഷിൻ്റെ ക്യാരക്ടറിൻ്റെ അനിയനാണ്. അപ്പോൾ ഇതിൽ കോട്ടയം രമേഷ് ഒരൊറ്റ ഡയലോഗ് അനിയനെ പറ്റി പറയുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് പുള്ളീനെ പറ്റി ഏകദേശം ഒരു രൂപം നമുക്ക് പിടികിട്ടും. അവൻ ഇങ്ങനെ ഒരു സെൻറ്റൻസേ പറയുന്നുള്ളൂ. അച്ഛൻ കത്തി വാങ്ങുന്നത് കണ്ടിട്ടാണ് അമ്മ മരിച്ചതെന്ന് പറയുന്ന ആ ഒറ്റ ഡയലോഗിൽ തന്നെ നമുക്ക് ഈ അനിയൻ എന്താണെന്നുള്ളത് പിടികിട്ടും. വിസ്മയുടെ അമ്മയായിട്ട് ചിപ്പിയാണ് വരുന്നത്. പിന്നെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.